ഉണ്ട്. അല്ല, നെപ്പോ മമ്മി അല്ല, അമ്മ തന്നെത്താൻ കണ്ടുപിടിച്ചതാണ്. ഞാനൊന്നും കൊണ്ടുവന്നതൊന്നുമല്ല അമ്മേനെ. പക്ഷേ യാ, ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. സോറി, ഞാൻ ക്വസ്റ്റ്യൻ അല്ല ഇതന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ 4 പേരും എങ്ങനെ ഇതിലേക്ക് ഇതിപ്പം അച്ഛനും അമ്മയും സിനിമയിലുണ്ടെങ്കിൽ പിന്നെ മക്കള് സിനിമയിൽ വരുന്നത് കാണാറുണ്ട്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതൊക്കെയാണ്. പക്ഷെ വേറൊരു പ്രൊഫഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മകള് വഴിതെറ്റി സിനിമയിൽ എത്തുന്നു, പിന്നീട് ഫാമിലി മൊത്തം സിനിമയിൽ എത്തുന്നു. ഇതെങ്ങനെ തിരിച്ചായി ഡോറ് തുറന്നു പിടിച്ചിരിക്കാം. തമാശക്ക് പറയണ്ട, മറ്റേ ഏത് ഹോട്ടലായിരുന്നു, ഇവിടുത്തെ റിസപ്ഷൻ ആണെന്ന്, സിനിമ റിസപ്ഷൻ പോലെയാണ്. മറ്റേ എല്ലാരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഏതൊക്കെയോ ഷൂട്ടിലേക്കൊക്കെ പോകുന്ന കാണാം. പക്ഷെ അത് സംഭവിച്ചു പോയതാണ്. എല്ലാവരും ദർശനം വന്നതിന് ശേഷം തന്നെയാണ് ഇവരൊക്കെ സിനിമ മോഹമൊക്കെ അല്ല, എന്റെ ചേച്ചിയാണ് ആക്ച്വലി ഞങ്ങളുടെ ഫാമിലിയിൽ ഫസ്റ്റ് ആക്ടറായിട്ട് കാണുന്നത്. ചേച്ചി ചെറുതിലെ തൊട്ട് നാടകം സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ എപ്പോഴും ഷീ ടീച്ചേഴ്സ് ചിൽഡ്രൻ ബാംഗ്ലൂരിൽ തിയേറ്റർ. ഞാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അമ്മയെക്കൊണ്ട് പറ്റുന്ന, അമ്മയുടെ ഒരു എനർജി വെച്ചിട്ട് യു സെൻസ് ദാറ്റ് ഷീൽ മേക്ക് എ ഗുഡ് ആക്ടർ. അത് തോന്നും എപ്പോഴും. അല്ലെങ്കിൽ ജനറലി ആക്റ്റീവ് ആണ് ആർട്ട് സീനിൽ. ഞങ്ങൾ ചെറുതിലെ തൊട്ട് ആണ് അങ്ങനെ ആസ് എ ഫാമിലി ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ അമ്മ ഇതേപോലെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട്, അതെ എന്നെ ഒരു ഓഡിഷൻ വിളിച്ചിട്ടുണ്ട്, ഈ ഓഡിഷൻ എന്താ ചെയ്യണ്ടേ പറഞ്ഞതാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ പോയിട്ട് അവരെന്തെങ്കിലും ഒരു സീൻ തരും, അവിടെ പോയി ചെയ്താൽ മതി. ആദ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ. അപ്പം അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല അവിടെ പോയിട്ട്. പിന്നെ ടിപ്സ് പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെയാണ് അമ്മ പോയിട്ടൊരു അമ്മ തുടങ്ങണത്. പിന്നെ തുടങ്ങി കഴിഞ്ഞിട്ട് ഷീസ് ബിൻ ഹാവിങ് എ ഗ്രേറ്റ് ടൈം. വേറെ തന്നെ ഒരു ജേർണിയാണ് അമ്മയുടെ ആക്ടിങ്ങും ഒക്കെ ആയിട്ട്. അമ്മയുടെ തിയേറ്റർ വിസിറ്റും ഭയങ്കര ആവേശത്തിലെ ഏറ്റവും ആവേശമുള്ളത് ആവേശം മാക്സ് ആണ് അവിടെ. ലൈഫിലെ ആവേശം മാക്സ് ആണ്. അതെ, എപ്പോഴും അങ്ങനെയാ അമ്മയുടെ. റോഷന്റെ സിനിമകളിലൊപ്പം ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സ്റ്റോറി ടെല്ലിംഗ്, അന്ന് നടന്നിട്ടുള്ള വീടിന്റെ അയ്മനം വീടിന്റെ കഥ പറയുന്നതാണ്. അത്തരം എന്തെങ്കിലുമൊക്കെ ഇനിയും ചെയ്യാൻ പ്ലാൻ ഉണ്ട്? ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിട്ട് തോന്നിയിട്ടുള്ളത് പ്ലാൻ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചുമ്മാ ഇടയ്ക്ക് എഴുതാറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ പല പ്ലാനുകളുണ്ട്. ഒരു ചെറിയ പീസ് എന്തെങ്കിലും ചെയ്യണം, ചെറിയ നാടകം ഉണ്ടാക്കണം. വരയ്ക്കും നന്നായിട്ട്. അപ്പൊ അത് അങ്ങനെ അതും ഇടയ്ക്ക് ഇങ്ങനെ എല്ലാരും കൂടെ പുഷ് ചെയ്ത് വരയ്ക്കാൻ നോക്കും. വെറുതെ ഇങ്ങനെ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കുന്ന അതുമായിട്ട് പ്ലാൻ ഒന്നുമില്ല. പബ്ലിഷ് ചെയ്യായിരുന്നു അല്ല. പക്ഷെ പ്ലാനുകൾ അങ്ങനെ ഒരുപാടുണ്ട്. ഉണ്ടാവുമല്ലോ സമയം. പടമൊന്നും ഇല്ലാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിനും വരയ്ക്കാം, പാടണ്ട. ദർശനം നോക്കിക്കോളും. അതെ, ഇല്ല. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കിടപ്പുണ്ട്. നല്ലതല്ലേ? എല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാതായിപ്പോ. ചിലതൊക്കെ അങ്ങനെ കിടന്ന് ഓടണം കുറെ കൊല്ലങ്ങളുടെ പ്രോജക്റ്റുകളായിട്ട്.